एक ही सफ में खड़े हो गए, एक ही सफ में खड़े हो गए महमूद अयाज, न कोई बंदा रहा न कोई बंदा नवाज. അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ മഹ്മൂദ് നവാസിനെ പോലെയുള്ള ഭരണാധികാരിയുടെ കൂടെ തന്നെ ഒരു ബന്ദാ നവാസ്. അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അടിമയും ഉടമയും ഒരുപോലെയാണല്ലോ. തൊട്ടടുത്തുള്ള ആള് കോടീശ്വരനാണ്, തൊട്ടരികത്ത് നിസ്കരിക്കുന്ന ആള് പച്ചപാവമാണ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ഒരുമിക്കുന്നവരാണ്. നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ നോക്കുന്നത് കൽബിലേക്കാണ്, കയ്യിലെ പൈസയിലേക്കല്ല. നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒന്നാവുകയാണ്. മഹ്മൂദ് അയാസ്, അടിമയായ അയാസും ഉടമയായ മഹ്മൂദ് നവാസും രണ്ടുപേരും ഒരുമിച്ച് ന കോയി ബന്ദാ രഹാ ന കോയി ബന്ദാ നവാസ്. രണ്ടുപേരും നിന്റെ മുമ്പിൽ അടിമയാണ്. അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ലാതെ റബ്ബേ, നീ നോക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ്. അല്ലാഹു അക്ബർ, നീ ഏറ്റവും വലിയവനാണ് അല്ലാഹുവേ എന്ന തക്ബീർ ചൊല്ലി കൈകെട്ടി നിൽക്കുമ്പോ തൊട്ടു മുമ്പിലുള്ള ആൾ ഏതെങ്കിലും ഒരു ടീഷർട്ടിൽ ഒരു കളിക്കാരന്റെ ജേഴ്സിയുടെ നമ്പർ എഴുതി വന്നാൽ നിന്റെ ചിന്ത പോകുന്നത് പഴയ ലോകകപ്പിലേക്കാണ്. നീയാണ് വലുത് പടച്ചവനെ, പിന്നെ നിന്റെ മുമ്പിൽ വലുത് കളിയായിപ്പോയി. നീ അറിഞ്ഞുവോ? ഏതെങ്കിലും കമ്പനിക്കാരുടെ പരസ്യം ധരിച്ചിട്ട് വരല്ലേ നിസ്കരിക്കാൻ വരുമ്പോ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ നല്ല ഭംഗിയോടെ വരണേ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണേ. ആര് പറഞ്ഞു? മുത്ത് നബിയാണ് പറഞ്ഞത്, റസൂലുള്ളാഹ്. എത്ര ചിന്തിച്ചാ മതി അറിയോ? ആ ടീഷർട്ടും അങ്ങനത്തെ ജീൻസൊക്കെ ഇട്ടിട്ടൊരു ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോവോ? ഒരു ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോവോ? അവിടെ ഡോർമക്ക് എത്തുമ്പോൾ ഫെയിലാക്കി വിടൂലേ? ഓന്റെ അറ്റയർ, ഓന്റെ വസ്ത്രരീതി ശരിയില്ല. പ്രൊഫഷണൽ ജോലികൾക്കൊന്നും ജീൻസ് ഇടാൻ പറ്റൂല, അങ്ങനറിയായിരിക്കും. സ്കൂളിലൊന്നും നമുക്കൊന്നും അവിടെ മംനുവാണ്, ജീൻസ് ധരിക്കാൻ പാടില്ല. ടീഷർട്ട് ഒരു പ്രൊഫഷണൽ യോഗ്യത വേണ്ട ഒരു ജോലിയിലും ഒരു അംഗീകരിക്കില്ല. നമ്മൾ പള്ളിക്ക് കൂളായിട്ടിട്ട് വരും, ബാക്കിൽ ഒരുപാട് പരസ്യം, ഫ്ലൈ എമിറേറ്റ്സ് ഒന്ന്, വേറൊരുത്തൻ്റെ അടുത്ത് വേറെന്തെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ പരസ്യം കൊണ്ടടക്കുക. ഈ പരസ്യം മറ്റുള്ളവൻ ബാക്കിലുള്ളവൻ ഇത് വായിക്കുകയാണ്. പടച്ച റബ്ബേ, എമിറേറ്റ്സിലൊക്കെ കയറാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവോ? നമസ്കാരം പോയോ? പോയി. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലുത്. ഒരു ഈച്ച അങ്ങനെ പാറി വരുന്നു. ഇവന്റെ ഇടയ്ക്ക് ബേജാറായി തുടങ്ങി. പടച്ചോനെ, ആ ഈച്ചപ്പോ ഇവിടുന്ന് വരികയാവും. അത് വന്നപ്പോ എന്റെ നിസ്കാരം ബാത്തിലാവും. ഇത് വന്നിരുന്ന എന്റെ നിസ്കാരം, എന്റെ ദേഹത്തിന്റെ നജസാവുമ്പോൾ നിസ്കാരം ബാത്തിൽ. പടച്ചോനെ, ഇത് മഅഫൂവായ സംഗതിയാ കുട്ടി. ആ ഈച്ച വന്നിരുന്നാലും നിന്റെ നിസ്കാരം പ്രശ്നമാവില്ല, നിനക്ക് നജസുമല്ല, നീ പേടിക്കണ്ട. ഒന്നും പഠിച്ചില്ലോ, ആലോചിക്കാണ്. റബ്ബേ, ഒരു കൊതുക് നിന്റെ അടുത്തേക്ക് വന്ന് കടിക്കാൻ വരുമോ? അല്ലാഹുവാണ് വലുത്. പിന്നെ ഏറ്റവും വലുത് ഈച്ചയും കൊതുവായി മാറിയിട്ടുണ്ട്. സംഭവിക്കുന്നില്ലേ നമ്മുടെ നിസ്കാരങ്ങളിൽ? നമ്മൾ പറയാം അല്ലാഹു ഈയാണ് റബ്ബേ ഏറ്റവും വലുത്. പിന്നെ വലുത് പേതായി ഈ നിസ്സാരമായ സാധനങ്ങൾ അള്ളാഹ്ക്ക് കൊടുത്തില്ലേ? ഈ കൊടുത്തതൊക്കെ അള്ളാഹു നാളെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ ആദ്യത്തെ ഒന്നാമത്തെ റക്അത്തിൽ നീ ബാംഗ്ലൂരിൽ പോയി, രണ്ടാമത്തെ റക്അത്തിൽ നീ ദുബൈക്ക് വിസ കിട്ടുമെന്ന് ആലോചിച്ചു, മൂന്നാമത്തെ റക്അത്തിൽ നീ അങ്ങാടിയിൽ പോയി സാധനം മേടിച്ചു, നാലാമത്തെ റക്അത്തിൽ നിന്റെ നാളത്തെ ജോലിയെക്കുറിച്ച് ആലോചിച്ചു. എന്ത് അള്ളാഹുവിനെ പറ്റി നമ്മൾ എപ്പോ ആലോചിച്ചു? ഇതിന്റെ ഇടയിൽ അള്ളാഹുവിനെ കുറിച്ച് എപ്പോ ആലോചിച്ചു? നമ്മുടെ ഈ നിസ്കാരം ശരിയായില്ലെങ്കിൽ എത്ര മനോഹരമാണ് നമ്മുടെ പള്ളികൾ, എത്ര മനോഹരമാണ് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ. അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഖൽബുകൾ കൂടെ അങ്ങനെ മനോഹരമാണെങ്കിൽ, യാ അല്ലാഹ്, ഖൽബ് കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെയൊന്നും അല്ലാതെ ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും പേടി തോന്നുന്നൊരു വാക്ക്. അത് പറയാൻ എനിക്കർഹതയില്ല, പക്ഷെ പറയണ്ടേ. ولو لم يعظ في الناس من هو مذنب فمن يعظ العاصين بعد محمد صلى الله عليه وسلم. അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പറയും മുമ്പ് തന്നെ പറയാൻ, അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷേ തെറ്റ് ചെയ്യാത്തവർ മാത്രമേ വഅദ് പറയാവൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ യോഗ്യത ഉണ്ടാകുമോ? അതുകൊണ്ട് പറയാൻ, ويشيب المرء في الإسلام ولم تقبل له صلاة. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മുസ്ലിമായി ജനിച്ച്
തല നിരപാദിക്കുന്ന കാലം വരെ നിസ്കരിച്ചിട്ട് വലം തുഖ്ബൽ ലഹു സ്വലാഹ്, ആ മനുഷ്യന്റെ ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കാത്തത് കാണും. ഒരൊറ്റ നിസ്കാരം പോലും അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ എത്രയോ പ്രായമായി മരിച്ചു പോകുന്നവരെ ഒരുപാട് കാലത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു കബൂലാക്കിയോ, അല്ലാഹു സ്വീകരിച്ചുവോ? പേടിക്കണം എന്നാണ്. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കബൂലാക്കട്ടെ. ന്യൂനതകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു നമുക്കത് പുറത്തു തരട്ടെ. അതുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയുന്ന ദിക്റാണത്. അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ പുറത്തു തരണേ. ചെയ്തു പോയത് തെറ്റാകുമ്പോഴാ മാത്രമാണോ അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടത്? അല്ല എന്നതിന്റെ ഒരു തെളിവ് ഇത് തന്നെയാണ്. തെറ്റ് ചെയ്യാത്തവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നി ലസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 70 മറ ഔ 100 മറ, 70 100 തവണ ഒരു ദിവസം ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന വാക്കാണ് റബ്ബേ പുറത്തു തരണേ, അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ മാപ്പ് തരണേ. എന്തായാലും നിസ്കരിച്ചത് കുഴപ്പമായിരുന്നോ? അല്ലാഹ് അഞ്ഞ് ചെയ്യൂലെന്ന് അതാണ് പറഞ്ഞതിൽ അർത്ഥം. അല്ല, റബ്ബേ ഞാനൊരു തക്ബീർ കൊണ്ട് തുടങ്ങി തസ്ലീമ് കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്റെ നിസ്കാരം. റബ്ബേ ഇതിൽ വേണ്ട വിധത്തിൽ നിന്നെ ഓർക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ, അതുകൊണ്ട് പുറത്തു തരണം കേട്ടോ, മാപ്പാക്കി തരണേ. എന്നിട്ട് ദുആ ചെയ്യണം. മഹാനായ സ്വഹാബിയെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. എന്തൊരു രസമുള്ള ഭാഗമാണത്. നബി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശൈലി നോക്കണം. 16 വയസ്സുള്ളപ്പോഴാണ് പറഞ്ഞത് മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, വഹുവ ഇബ്നു 16 സന, 16 വയസ്സാണ് പ്രായം. മഹാനായ മുആദ് തങ്ങളോട് പറഞ്ഞു, മുആദേ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്. അവിടെ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആ ഹദീസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ. ആ ഒരു ഹബ്ബ് ഉസ്താദിന്റെ ഖൽബിൽ നമ്മോട് എല്ലാവരോടും ആ ഒരു സ്നേഹം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെയൊക്കെ ദുആയൊക്കെ അല്ലാഹു നമുക്ക് തരട്ടെ. സ്നേഹമുള്ളവരോട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറയൽ സുന്നത്തുണ്ട്. ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അല്ലാഹുവിനെ വിചാരിച്ച് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. അപ്പൊ പറയണം, മഹബ്ബക്കല്ലദീ അഹ്ബബ്തനീ ഫീഹ്, നിങ്ങൾ ഏതൊരു അല്ലാഹുവിനെ വിചാരിച്ച് എന്നെ ഇഷ്ടപ്പെട്ടുവോ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ. ഇതേ പ്രേമിക്കുന്നവർക്ക് പറയാനുള്ളതല്ല, അത് മനസ്സിലാക്കി തിരുത്തി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് അടുത്ത ഫിത്തിനായിട്ട് വരുവേ. ഓരോന്നും തിരുത്തി വേറെ 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 പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ തമ്മിൽ തമ്മിൽ, മുഅ്മിനാത്തുകൾ തമ്മിൽ തമ്മിൽ നിബിധങ്ങൾ പറയാണ്, ഇന്നി വല്ലാഹി ലഉഹിബ്ബുക യാ മുആദ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം മുആദേ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. 16 വയസ്സാണ് ചെറുപ്പക്കാരനായ ആളോട് 50 കഴിഞ്ഞ നബിതങ്ങളാ പറയുന്നത്, നിങ്ങളോട് എനിക്ക് ഇഷ്ടമുണ്ട് മുആദേ, അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാഹ്, ഏത് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോഴും മുആദേ ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന വാക്കുകൾ പറയാതെ എഴുന്നേറ്റ് പോവരുതേ. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് മുആദേ. ഇത് പറഞ്ഞപ്പോ മുആദ് അങ്ങ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് നിങ്ങളോടും സ്നേഹമുണ്ട് നബിയേ. അപ്പൊ നബി തങ്ങൾ സമ്മാനം കൊടുക്കുക. സ്നേഹമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സമ്മാനം വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ആ സമ്മാനം നബി കൊടുത്തതെന്താണ്? മുആദേ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് പറയണം, എപ്പോഴും പറയണം, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിച്ചു തരണം. നമ്മൾ അങ്ങനെ അല്ലാഹുവോട് ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും, റബ്ബേ നിന്നെ ഓർക്കാൻ എനിക്ക് നീ എപ്പോഴും തൗഫീഖ് തരണേ റബ്ബേ, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിച്ചു തരണം റബ്ബേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും നീ എന്നെ സഹായിക്കണം റബ്ബേ. വഹുസ്നി ഇബാദതിക, വളരെ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണം കേട്ടോ റബ്ബേ. അപ്പോഴാണ് എന്റെ നിസ്കാരം നന്നാവുന്നത്, അപ്പോഴാണ് എന്റെ നോമ്പ് നന്നാവുന്നത്, അപ്പോഴാണ് എന്റെ ഉംറയും എന്റെ ഹജ്ജും നന്നാവുന്നത്, അപ്പോഴാണ് എന്റെ സ്വതക്ക നന്നാവുന്നത്, അപ്പോഴാണ് എന്റെ തിലാവത്തുൽ ഖുർആൻ നന്നാവുന്നത്.
നിനക്ക് ശരിക്ക് ഇബാദത്ത് ചെയ്യാൻ. മുആദ് തങ്ങൾ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ പിന്നെ ഞാനത് മറന്നിട്ടില്ല. 16-ാം വയസ്സിൽ തുടങ്ങി വാർദ്ധക്യം പ്രാപിക്കുമ്പോഴും മുആദ് റളിയല്ലാഹു തആല അൻഹു ഇത് ചൊല്ലാറുണ്ട്. നമ്മളൊക്കൊന്ന് ചൊല്ലിക്കോളൂ. നിങ്ങൾ ചൊല്ലുന്നവരാണ്, അറിയുന്നവരാണ്. ഒന്ന് ഓർത്തെടുക്കാൻ ഒന്നുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അറിയാത്തവർ ശരിക്കും ഇന്നത്തെ ഈ ദർസ് നമ്മൾ ഇവിടത്തെ ഒരു ക്ലാസ്സിലിരുന്ന് പോകുമ്പോ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെ, മജ്ലിസുൽ ഇൽമാക്കി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ഒന്നും കേട്ട് ഒന്നും ഓർമ്മയില്ല, ഇത് മറക്കരുത്. അത് നിങ്ങൾക്കുള്ളൊരു സമ്മാനമായിട്ട്. ഓർമ്മയില്ലാത്തവർക്ക് പണ്ഡിതന്മാരും ആലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സാണ്, അവരോടല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരായ ആളുകളൊക്കെ അത് പഠിച്ചു വെക്കണം. അതുകൊണ്ട് ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇനി ഒരുമിച്ചാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ ശുക്രിക വഹുസ്നി ഇബാദതിക. അത് ഓർമ്മ ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പൊ ഒന്നുകൂടെ ഓർത്തെടുത്തു. പക്ഷേ എനിക്കത് ചൊല്ലാൻ പറ്റും, എനിക്ക് ഇനി രണ്ടാമത് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നുന്നവർക്കൊന്ന് കൈപൊക്കിയാട്ടെ. ഇതെനിക്ക് ഓർമ്മ ഉണ്ടാവുന്നത്. അൽഹംദുലില്ലാഹ്. അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നിങ്ങൾ കൊണ്ടുപോവുക. അത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. എനിക്കും നിബിതങ്ങൾ തന്ന സമ്മാനം. നിസ്കാരത്തിന്റെ കൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുവേ നീ പുറത്തുതാ റബ്ബേ, ഞാൻ എൻ്റെ നിസ്കാരം സലാം വീട്ടിയിരിക്കുകയാണ്, നീ ഇത് സ്വീകരിച്ചോ എന്നറിയില്ല റബ്ബേ, നീ പുറത്തുതാ, നീ പുറത്തുതാ, നീ പുറത്തുതാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ, നിനക്ക് നന്ദി ചെയ്യാനും ശരിയായ ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുകയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുല്ലല്ലേ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.